നമ്മളെ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ആരും വിചാരിക്കണ്ട. അപ്പൊ മറിയം ബീവിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഹുസി ഇലൈക ബിജിദ്ഇൻ നഖല തുസാഖിത് അലൈക റതബൻ ജനിയ. നീ ആ ഈത്തപ്പനെ പിടിച്ചൊന്ന് കുലുക്കിക്കോ, അപ്പൊ നിനക്ക് എന്ത് ചെയ്യും? ഈത്തപ്പഴം ഇങ്ങോട്ട് വീഴ്ത്തി തരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈത്തപ്പഴത്തിന്റെ മരം കണ്ടവരല്ലേ നമ്മളൊക്കെ? ഒരു കഴുങ്ങ് പിടിച്ച് കുലുക്കാൻ തന്നെ നമുക്ക് വലിയ പണിയാണ്. അതിമ പിടിക്കാൻ തന്നെ കഴിയൂല, അതും ഗർഭിണിയായ ഒരു സ്ത്രീ. പിന്നെ എങ്ങനെയാ സംഭവം? അത് അള്ള പറയാണ് എന്ത് പിടിച്ചു കുലിക്കും, പക്ഷെ വീഴ്ത്തി കൊടുക്കുന്നത് ആരാ? അള്ളയാണ്. മനസ്സിലാവുണ്ടോ? ഇതന്നെയാണ് നമ്മളെ ജോലിയിലുള്ള തത്വം. നമ്മളെ തോന്നലാണ് എന്ത്, ഞാൻ എൻ്റെ സ്കൂളിലെ ശമ്പളം കൊണ്ടാണ് ജീവിച്ചു പോണത്, ഞാനിപ്പോൾ ഈ കച്ചവടത്തിൽ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിച്ചു പോണത്, ഞാൻ എൻ്റെ ദുനിയാവിൽ ഇപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ പോയി ക്ലാസ് എടുത്ത് ഇവിടെ പോയി ക്ലാസ് എടുത്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അതിനുണ്ടാക്കുന്ന കാശ് കൊണ്ടാണ് ഞാൻ നിലനിന്ന് പോണത് എന്ന തെറ്റായ ഒരു ധാരണ നമുക്കുണ്ട്. അല്ല, നമ്മളെ പോറ്റുന്നത് നമ്മുടെ റബ്ബാണ്. ആ റബ്ബ് അതിനുള്ള ഒരു കാരണമാണ് നമ്മുടെ ജോലി നമുക്ക് തന്നിരിക്കുന്നത്. ആ ജോലി അല്ല നമ്മളെ പോറ്റുന്നത്. ആ ബോധം നമുക്ക് കൃത്യമായിട്ട് വേണം. ഒരു മാസത്തിൽ 1,00,000 രൂപ വരുമാനമുള്ള ആളുണ്ടാവും, പക്ഷേ ഒരു മാസം കഴിഞ്ഞ അയാൾക്ക് 20,000 രൂപ കട. എന്നാൽ 20,000 രൂപ മാസത്തിൽ വരുമാനമുള്ള ഒരു മനുഷ്യണ്ട്, അയാൾക്ക് മാസം കഴിയുമ്പോൾ 2,000 രൂപ ലാഭം. അതെന്താ വിഷയം? കാശിന് ബറക്കത്തുണ്ടാകുക, സമയത്തിന് ബറക്കത്തുണ്ടാകുക. ഇതിനൊക്കെ ബറക്കത്ത് കൊടുക്കുന്നത് ആരാ? അള്ളാണ് തരുന്നത് നമുക്ക്. ഇത് അള്ളാനെ നമ്മൾ അങ്ങോട്ട് സഹായിച്ചാൽ പടച്ചോ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് സഹായിക്കും. ശരിക്കും എഴുതി വെച്ചോളിയത്. ഞാൻ യുവാക്കൾ എന്ന നിലക്ക് നിങ്ങളോട് പറയും, നിങ്ങൾ ജീവിതത്തിൽ കുറച്ച് തിരക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ജോലി സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവുമ്പോൾ ആദ്യം ലീവ് പറയേണ്ടത് നമ്മുടെ ദീനീ പ്രവർത്തനത്തിന്റെ മേഖലയിൽ ഒരിക്കലും തന്നെ ആകാൻ പാടില്ല. മറിച്ച് ഇതിന് എന്ത് പ്രശ്നം വന്നാൽ ഇത് ഞാൻ മാറ്റി വെക്കൂല, ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സുബൈ ജമാഅത്തായി ഞാൻ നിസ്കരിക്കും, നമസ്കാരം ഒഴിവാക്കുന്ന പരിപാടി എനിക്കില്ല എന്ന് പറയുന്നത് പോലെ ദീനീ പ്രവർത്തനത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒന്നും ഞാൻ ചെയ്യില്ല എന്നിടക്കേക്ക് നമുക്ക് വരാൻ കഴിയണം. അങ്ങനെ വന്നാൽ നമ്മുടെ പ്രശ്നം അള്ളാഹ് ഏറ്റെടുക്കും. അല്ലാതെ നമ്മളെ പ്രശ്നം നമ്മൾ തന്നെ ഏറ്റെടുത്താൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണെന്ന്, അള്ളാഹുവേ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്റെ കാര്യത്തെ നീ എന്നെ ഏൽപ്പിക്കരുത് പടച്ചോനെ എന്നാണ്. കഴിയില്ല സുഹൃത്തുക്കളെ, നമുക്ക് കഴിയില്ല. നമ്മളെ മഴീസത്തും നമ്മളെ പ്ലാനും നമ്മൾ തയ്യാറാക്കാൻ പോയാൽ അള്ളാഹ് ഇടപെട്ടാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക്. നമ്മളെ ധാരണയാണ് എന്ത്, നമ്മൾ ഈ ദീനി കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് നമ്മളെ കാര്യത്തൊക്കെ ഒന്ന് പോയാൽ അതൊക്കെ ശരിയായി കിട്ടും, നമ്മളെ മഴീസത്തൊക്കെ ഒന്ന് ഉഷാറായി കിട്ടും, വിശാലായി കിട്ടും. ആയത്ത് നേരെ എതിരാ. ആര് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നുവോ, ആ ദീനീ കാഴ്ചപ്പാടിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നുവോ, അവന്റെ മഈസത്ത്, അവന്റെ ഉപജീവന മാർഗം അള്ളാഹു കുടുസാക്കി കൊടുക്കും, വിശാലാക്കുന്നല്ല പറഞ്ഞത്. എന്നാൽ അള്ളാഹുവിനെ നമ്മൾ അങ്ങോട്ട് സഹായിക്കുന്നുവെങ്കിൽ അള്ളാഹു നമ്മളെ തിരിച്ചിങ്ങോട്ടും ചെയ്യും, സഹായിക്കുക തന്നെ ചെയ്യും.